എടാ ജിത്തു, എന്താ പറ. എടാ നീ അവിടെ ഉണ്ടോ അതോ? ഞാനിവിടെ ഉണ്ടളിയാ. അല്ലടാ, നീ ചോദിച്ചതിന് മറുപടി ഒന്നുമില്ലല്ലോ. എടാ അനന്ത, ഞാൻ കുറച്ച് ബിസിയാ, നീ പിന്നെ വിളിക്കേ. എടാ വെക്കില്ലടാ, പറഞ്ഞിട്ട് പോടാ. ഹലോ എടാ ജിത്തു. കട്ടാക്കിയ. സോറി അളിയാ. കുറച്ചു നേരം കഴിഞ്ഞ് വിളിച്ചു നോക്കാം. എടുക്കടാ ഒന്ന്. പിന്നെ അവനാണ് വിളിക്കുന്നത്. അവൻ എടുക്കണ്ടോ നോക്കി. ഇനി എന്തായാലും രാവിലെ വിളിച്ചു നോക്കാം. എന്താടാ? എന്താന്നോ? എടാ അഞ്ജനയ്ക്ക് എന്താ പ്രശ്നം? എടാ ഞാൻ പിന്നെ വിളിക്കാട്ടോടാ. എടാ ഒന്ന് പറഞ്ഞിട്ട് പോടാ. ഹലോ. എൻ്റെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. എല്ലാം കണക്കാ. പറയാൻ പറഞ്ഞവനും കണക്കാ, അവളും കണക്കാ. ഇനി ആരോടെ പോയി ചോദിക്കാം? എടി അഞ്ജു. എന്താ എടി എൻ്റെ കാലൊന്ന് തിരുമ്മി താടി, നല്ല വേദനയാടി. ഞാൻ പഠിക്കും ആൻറ്റി. ആ മാളവികയോട് പറ, അവള് തിരുമ്മി തരും. ആൻറ്റിയോട് ഞാൻ പറഞ്ഞില്ല അവള് വരുമൊന്നുമില്ലാന്ന്. എനിക്ക് മാത്രമേ ആൻറ്റിയോട് സ്നേഹമുള്ളൂ, അക്കച്ചിക്ക് തീരെ സ്നേഹമില്ല. എന്നാരും പറഞ്ഞു? എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്. എന്നാ വന്ന് കാല് തിരുമ്മി കൊടുക്ക്. ഞാൻ എത്ര നേരം തിരുമ്മി പറഞ്ഞല്ലോ. അത് തന്നെ. ഇനി കുറച്ചു നേരം നീ എൻ്റെ കാല് തിരുമ്മിത്താ. കുറച്ച് കേട്ടോ ആൻറ്റി. നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കും ഇവൻ്റെ സിറ്റുവേഷൻ വരുമല്ലോ, അപ്പൊ മനസ്സിലാവും. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പ്രഗ്നന്റ് ആകുമ്പോ എന്റെ ഹസ്ബൻഡ് എനിക്ക് കാല് തിരുമ്മി തരുമല്ലോ. പിന്നെ എന്റെ കെട്ടവന് അതല്ലേ പണി. കാലിന് നീര് വെച്ചത് കുറച്ച്. ഇവിടെയാണോ നിന്നെ കെട്ടിയവൻ? ഇപ്പൊ എവിടെയെങ്കിലും ചായ കുടിച്ച് ഇരിപ്പണ്ടായിരിക്കും. അപ്പൊ അവ എവിടെയെങ്കിലും ഇരുന്നോട്ടെ ആൻറ്റി. ബോറടിച്ചിട്ടും വയ്യ. ഒരു നല്ല പാട്ടിടാതെ തന്നെ. എല്ലാം ഡപ്പാങ്കുത്തൊക്കെ ഇടോ. വിജയണ്ണന്റെ പാട്ട്. ഇവള് എന്തിനാ എത്ര ഉറക്ക ടി വി വെച്ചേക്കുന്നേ? ബെസ്റ്റ്. എന്തിനാടി ഇത്ര ഉറക്ക ടി വി വെച്ചേക്കുന്നേ? കുറച്ചു നേരം കണ്ടിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. മൂടുപോയി. എന്ത് ചെയ്യാനേ ഈശ്വര, എപ്പോ നോക്കിയാലും പഠിക്കാൻ. സോ സാഡ്. എന്തിനാടി ഇങ്ങോട്ട് വന്നേ? ഒരു സൂത്രം കാണിച്ചു തരാം. അതെന്താണാവോ? ഇതായിരുന്നു. കൈ വെച്ച് നോക്ക്. വെച്ച് നോക്ക്. ഇവിടെ ചവിട്ടുന്നൊന്നുമില്ലല്ലോ. ഞാനൊന്ന് വെച്ചോക്കട്ടെ. ചവിട്ടുന്നുണ്ടല്ലോ. അഞ്ജു, നീ ഇപ്പൊ കൈ വെച്ച് നോക്കിയേ. ചവിട്ടുന്നില്ല. നീ ആദ്യം എനിക്ക് കാല് തിരുമ്മി തന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അതെ, അവർക്ക് എന്നോട് സ്നേഹമുള്ളൂ, അക്കോട് സ്നേഹമല്ല. അവരെന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ അവരെ സ്നേഹിക്കും. ആന്റി, പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോ നമ്മൾ മറക്കുവോ? അതെ, ഞങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ? അതെങ്ങനെ കുറയാനേ പിള്ളേരെ? ഞാൻ നിങ്ങളെയല്ലേ ആദ്യമായിട്ട് സ്നേഹിച്ചതും ലാളിച്ചതും കൊഞ്ചിച്ചതും ഒക്കെ. എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവരെ. കൊറേ ഉണ്ടല്ലോ, പക്ഷെ എന്താന്നറിയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്ന് വോയിസ് മെസ്സേജ് ആണല്ലോ. ഇന്ന് ആദ്യമായിട്ടാ ഞാൻ ആ ചേട്ടന്റെ വോയിസ് ഒന്ന് കേൾക്കാൻ പോകുന്നത്. അയ്യോ. എടോ, ഇത് കഷ്ടാട്ടോ. ഞാൻ എത്ര വട്ടമായി ചോദിക്കുന്നു തന്നോട് പ്രോബ്ലം എന്താന്ന്. തനിക്ക് പറ്റുവാണെങ്കിൽ തൻ്റെ നമ്പർ ഒന്ന് തരാമോ? ഞാൻ വിളിക്കാം, അപ്പോൾ പറഞ്ഞാലും മതി. എന്താ ചെയ്യണ്ടേ? നമ്പർ കൊടുക്കണോ ചേട്ടന്, അതോ വേണ്ടയോ? സോറി, ഞാൻ നമ്പർ തരില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ പെണ്ണിനെയും കൊണ്ട്.
എന്താടോ ഇത് മോശമായിട്ടോടോ? മോശം? എന്ത് മോശം? ബ്രോയ്ക്ക് പറ്റുവാണെങ്കിൽ ബ്രോയുടെ നമ്പർ തന്നാൽ മതി, ഞാൻ കൂടെ വിളിക്കാം. കൊള്ളാലോ. പിന്നെന്താ, ഇതാ എൻ്റെ നമ്പർ. ഓക്കെ. പാവൻ ചേട്ടൻ, എന്തായാലും അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. എന്നോട് എന്താ പറയാനുള്ളതെന്ന് അറിയാലോ. അവള് വിളിക്കുമോ അതോ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ? നോക്കിയിരുന്നു, അവളിപ്പോൾ വിളിക്കും. അവൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഹലോ. ഹലോ, ഇത് ഞാനാ. ഞാനോ? ഏതിന്? ഞാനെന്ന് പറഞ്ഞ അഞ്ജു. ആ, അഞ്ജു. എന്താ വിളിച്ചേ? അത് ശരി, ബ്രോ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. അല്ല, ബ്രോ എന്തിനാ എന്നോട് വിളിക്കാൻ പറഞ്ഞേ? അത് തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ. ഹലോ, എടോ. ബ്രോയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന്. ബ്രോയ്ക്ക് എന്നെ കണ്ടാലും ഇഷ്ടമാവാൻ പോകുന്നില്ല ബ്രോ. അത് താൻ തന്നെ തീരുമാനിച്ചാൽ മതിയോ? ബ്രോ എന്നെ ശരിക്കും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ തൻ്റെ പ്രോബ്ലം എന്താന്ന് പറ. ഞാൻ ജിത്തുവിനോട് ചോദിച്ചിട്ട് അവനൊന്നും പറഞ്ഞില്ല. ബ്രോ, ചില കാര്യങ്ങളില്ലേ, അത് നമ്മൾ കണ്ട് തന്നെ അറിയണം. അപ്പം താൻ പറയില്ല? ഇല്ല. എടോ, താൻ എന്താടോ ഇങ്ങനെ? ഞാൻ പാവല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ചേട്ടന് പറ്റുവാണെങ്കിൽ നാളെ ഒന്ന് കാണാൻ വരാൻ പറ്റുമോ? ഞാൻ എവിടെ വരണ്ടേ? എൻ്റെ സ്കൂൾ അറിയില്ലേ, അതിന് താഴെ ഒരു തേപ്പ് കടയില്ലേ, അവിടെ. കൊള്ളാം, നല്ല ബെസ്റ്റ് സ്പോട്ട്, തേപ്പ് കട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടെ നീങ്ങിക്കോ, പോരെ? ഓക്കെ. വന്നു കഴിഞ്ഞാൽ താൻ അപ്പോഴെങ്കിലും ഇഷ്ടമാന്ന് പറയൂ. അത് അപ്പോഴല്ലേ ബ്രോ, ആദ്യം വാ. അപ്പൊ തനിക്ക് എന്നെ ഇഷ്ടമല്ലാന്നാ? ഏയ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ തനിക്കെന്നെ ഇഷ്ടമാണോ? ഈ മൗനം ഞാൻ കരുതിക്കോട്ടെ? എന്തോ? എങ്ങനെ? അല്ല, ഈ മൗനം സമ്മതമെന്നാണല്ലോ. അയ്യോടാ, ഇപ്പം അങ്ങനെ കരുതണ്ട. അതെ, എന്നെ ഇഷ്ടമില്ലാത്ത ആളെന്തിനാ എന്നോട് ഇത്രയും നേരം കോള് വിളിച്ച് സംസാരിച്ചത്? അതെന്റെ ഫ്രണ്ടോ? ഞാനറിയാത്ത ഏത് ഫ്രണ്ട്? അതാരാണോ? ചേടാ, ഒരു ഫോൺ ചെയ്യാനും പാടില്ല. എടി അക്കച്ചി, നീ കള്ളം പറയില്ലേ, സത്യം പറ, അത് ഏത് ഫ്രണ്ടാ? നിന്റെ മോഹം കണ്ട അറിയാലോടി നീ പറയുന്ന കള്ളാന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ഫോൺ വേണം, ഞാൻ നോക്കട്ടെ ആരെ വിളിക്കണേന്ന്. ഓ, അനീതി കൊച്ചു ടെററാണല്ലോ. എടിയാ, സത്യമായിട്ടും ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച്. എനിക്കൊന്നും കേക്കണ്ട, ഫോൺ തന്നോ? ഇപ്പൊ തന്നെ തരാം, ഇപ്പൊ തന്നെ. ആന്റി, ഇവിടെ ഫോൺ. എന്റെ ദൈവമേ, ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. ഇന്ന് സംസാരിക്കും. ഹലോ, നീ ആരാ? ഞാൻ നിന്റെ ചേച്ചിയുടെ ഫ്രണ്ട്. ആ, ഫ്രണ്ടൊന്നും കൂടെ വിളിക്കണ്ട കേട്ടോ, അതൊന്നും ശരിയാവില്ല. ഇവിടെ ഇപ്പൊ എന്താണ്ടായേ? ബ്രോ, സോറി കേട്ടോ, അവക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുക. കണ്ടോ അപ്പച്ചി സെക്കൻഡേ വിളിക്കണേ. ഞാൻ ചോദിച്ചപ്പോ പറയാ ഫ്രണ്ടാന്ന്. ഇവളെന്റെ പുക കണ്ടാലേ അടങ്ങുള്ളൂ. ചോദിക്കണ്ടേ ആരാന്ന്? നിനക്ക് ഞാൻ തരാട്ടോ. ഇനി നീ അവളെ തുടച്ചേക്ക് പേടിപ്പിക്കൊന്നും വേണ്ട. അതാരായിരുന്നു? എന്റെ ബോയ് ഫ്രണ്ടാ? ഞാൻ കട്ടാക്കുവാണേ. വിളിച്ചത് ബോയ് ആയോണ്ട് ബോയ് ഫ്രണ്ട്. ആയിക്കോട്ടെ. ഇത് കഷ്ടാട്ടോ ആന്റി. അല്ലേ, ഇത് ആരേത്? പ്രണവോ? അതേടാ, പ്രണവ് തന്നെ. എന്താടാ, നമ്പർ മാറി വിളിച്ചതാണോ? പോടാ, നമ്പർ മാറിയതൊന്നുമല്ല. നീ ഇന്നലെ വിളിച്ചില്ലായിരുന്നോ? എന്തായിരുന്നു? ഓ, സാറൊക്കെ ഭയങ്കര ബിസിയല്ലേ, അതുകൊണ്ട് ചുമ്മാ കൂടെ വിളിച്ചത്. നീ അങ്ങനെ വെറുതെ ഒന്നും വിളിക്കില്ല.
എന്താടാ പറ. എടാ അത് ഒരു അഞ്ജനേനെ അറിയോ നിനക്ക്? നീ +2 പഠിച്ച സ്കൂളില്ലേ, അവിടെ തന്നെ അവളും പഠിച്ചത്. ആ, അവളെ എനിക്കറിയാം. എന്താ? എടാ വേറൊന്നുമല്ല, ഞാൻ അവളെ ഇൻസ്റ്റയിൽ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അവൾ പറയാ അവൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. ബട്ട് അത് എന്താന്ന് വെച്ചിട്ട് അവളിട്ട് പറയുന്നുമില്ല. എടാ നീ സീരിയസ് ആണോ അതോ വെറുതെയോ? അതേടാ, എനിക്കവളെ ഇഷ്ടമാണ്. ഏയ് ഒന്നുമില്ലടാ, അവിടെ കൈക്കെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. ആണോ? ഇവളെന്താ ഇങ്ങനെ? ഞാൻ എൻ്റെ എല്ലാ കാര്യം പറഞ്ഞതല്ലേ. എന്നോട് പറഞ്ഞു എന്ന് വെച്ച് ഇപ്പം എന്താ ഉണ്ടാവുക? അഞ്ജു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എടി എനിക്കിതൊന്നും ഇഷ്ടമല്ലടി, എനിക്കിതൊന്നും വേണ്ട. ഇവളെന്താ ഇങ്ങനെ? ഇതെന്ത് പെണ്ണാണോ എന്തോ. നീ കണ്ണടയ്ക്കുന്നുണ്ടോ അതോ ഞാൻ പോണോ? ശരി എന്നാ ഞാൻ പോവാ. എടി സാറാ, വേണമെന്നല്ലേ, ഞാൻ കണ്ണടയ്ക്കാം. അയ്യോടാ ചിരിക്കല്ലേ, ഒന്ന് പോടി. ആ, ഇവിടെ ചിരിച്ചോണ്ടിരുന്നാ മതിയോ? കണ്ണടയ്ക്ക്. കണ്ണു തുറന്നേ നോക്കട്ടെ. ഇത്ര ഉള്ളു കാര്യം. ഇങ്ങനെ കാണിക്കേ. ഓ എന്റെ പൊന്നോ, അങ്ങനെയല്ല, അത് ഇങ്ങനെ. എടി നിന്നോട് തിന്നാനല്ല പറഞ്ഞേ, അത് മൊത്തം ചുണ്ടേലാക്കാനാ. എടി പറ്റി, എനിക്ക് അങ്ങനെ അറിയില്ല. മോളെ അഞ്ജു, പഠിപ്പെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? പിന്നെ ഇതാണല്ലോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്താണ് ഇവിടെ? ആ എടി, നീ അറിഞ്ഞില്ലല്ലോ, ഇന്നേ ഇവിടെ അനന്തേട്ടൻ കാണാൻ വരുമെന്ന്. ആണോടി? അയ്യടാ, എന്താ നാണം. എപ്പോഴാടി വരുന്നേ? വൈകുന്നേരം വരാന്നാ പറഞ്ഞേ. എടാ കേറി വാടാ. എവിടെ ബർത്ത്ഡേ കേള്? പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? നമുക്കെന്ത് വിശേഷം, അങ്ങനെയൊക്കെ പോകുന്നു. അതെ, കേക്ക് കട്ട് ചെയ്യാട്ടോ. ചെല്ല് ചെല്ല്, കേക്ക് കട്ട് ചെയ്യ്. എന്നാ കട്ട് ചെയ്യാം. എടാ ഞാൻ ഇറങ്ങുവാണേ, ഇപ്പൊ തന്നെ പോണോടാ. എടാ എനിക്കൊരാളെ കാണാണ്ട്, അതാ. ആരെയാണാവോ? ആരെയാന്ന് വെച്ചാ ഇവിടെ അടുത്തുള്ളൊരു കൊച്ചാ, അഞ്ജന. ആ കാല് വയ്യാത്ത കൊച്ച്. എന്താ കാല് വയ്യാത്തതോ? ഞാനങ്ങനെ അധികം പുറത്തൊന്നും പോവാറില്ല. ഞാൻ എല്ലാവരെയും പോലെ അല്ല. എന്നെ കണ്ടാലും ഇഷ്ടമാവും പോകുന്നില്ല ബ്രോ.